വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നടത്തിയ സമയത്ത് ഏതാണ്ട് 10ഓളം ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചതായിട്ട് നമ്മൾ പത്രത്തിൽ വാർത്തയൊക്കെ കണ്ടു. അതിൽ ഒരാളിനെ പോലും അവിടെ വെച്ച് ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതായിട്ട് കാണുന്നില്ല. എല്ലാവരെയും ആശുപത്രി കൊണ്ടുപോകുന്നു, അവിടെ ചെല്ലുമ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അവിടെ വെച്ച്, അതായത് എവിടെ വെച്ചാണോ കുഴഞ്ഞു വീഴുന്നത് അവിടെ വെച്ച് നടത്താൻ പറ്റുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം എല്ലാ ആളുകളും അറിഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ അസീസിയ മെഡിക്കൽ കോളേജിലെ എമർജൻസി വിഭാഗം തലവൻ ഡോക്ടർ നന്ദുവിനോട് ഇതൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഇതിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കാണിക്കുന്നത് ഈ നെഞ്ചമർത്തൽ മാത്രം വെച്ചിട്ടുള്ള ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അപ്പോൾ ചോദിക്കും, ശ്വാസം കൂടെ കൊടുക്കണ്ടേ? നമ്മൾ ഈ പെട്ടെന്ന് ഹൃദയം നിന്നുപോയി മരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലാതെ പെട്ടെന്ന് ശ്വാസം നിന്നുപോയി മരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഈ കുഴഞ്ഞു വീഴുന്നതിൽ ഒട്ടുമുക്കാലും ഹൃദയം നിന്നു പോകുന്നതുകൊണ്ട് വരുന്നതാണ്. വേറെയും കാരണങ്ങളുണ്ട് എന്നാലും. അപ്പോ നമ്മള് ഈ ശ്വാസത്തില് വലിയൊരു പ്രാധാന്യം കൊടുക്കണ്ട. ഹൃദയം അമർത്തി, അതായത് നെഞ്ചമർത്തി ഹൃദയത്തിൽ നിന്നും രക്തം ഒരു ചംക്രമണത്തിലോട്ട്, രക്തചംക്രമണത്തെ സഹായിക്കുക. അപ്പൊ അതായത് നമ്മുടെ ഏറ്റവും പ്രധാനമായ അവയവങ്ങളായ നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറിനും പ്രശ്നം ഉണ്ടാവാതെ അവിടെയൊക്കെ പ്രാണവായു എത്തിക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ശ്വാസവും കൂടെ കൊടുക്കണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നത് നമ്മളെ ഈ രോഗിയിൽ നിന്നും നമുക്ക് അസുഖമൊന്നും പകരാത്ത രീതിയിൽ കൊടുക്കാനായിട്ട് ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്നതാണ് നല്ലത്. അത് സാധാരണ ജനങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ നെഞ്ചമർത്തുമ്പോൾ തന്നെ ഈ നെഞ്ചൊന്ന് അമരുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, ഒരു ലേശം ശ്വാസമൊക്കെ കയറിക്കൊള്ളുകയും ചെയ്യും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. അപ്പൊ ഞാൻ ഡോക്ടർ നന്ദുവിന്റെ ഡെമോൺസ്ട്രേഷനിലോട്ട് കടക്കുകയാണ്. Are you okay? Call for ambulance. Hello, 108 ambulance. ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട്? ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ പറയുന്നത്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുഴഞ്ഞു വീണ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും വരെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ആ വിധ കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് സീൻ സേഫ്റ്റിയാണ്. ഇത് സംഭവിക്കുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകാം, നമ്മുടെ വീട്ടിൽ വെച്ചാവാം, റെയിൽവേ പ്ലാറ്റ്ഫോമിലാകാം, റോഡിൻ്റെ നടുക്കാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിയും കുഴഞ്ഞു വീഴുന്ന ആളുടെ സേഫ്റ്റിയും നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. കരോട്ടിഡ് പൾസ്. മുതിർന്നവരിൽ നമ്മൾ കരോട്ടിഡ് പൾസാണ് ചെക്ക് ചെയ്യുന്നത്. എവിടെയാണ് കരോട്ടിഡ് പൾസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഇത് നമ്മുടെ ട്രക്കിയാണ്. അപ്പോൾ ഈ ട്രക്കിയൽ റിങ്ങും അവിടെ നിന്ന് നമ്മൾ കൈകൾ, ചൂണ്ടുവിരലും മധ്യവിരലും പതിയെ സ്ലൈഡ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുമ്പോൾ കുഴിഞ്ഞ ഭാഗം നമുക്ക് ഫീൽ ചെയ്യാം. അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ നെക്ക് മസിൽസ് ഉള്ളത്. ഈ കുഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യേണ്ടത്. കരോട്ടിഡ് പൾസ് ആബ്സെന്റ്. സ്റ്റാർട്ട് CPR. എങ്ങനെയാണ് CPR നമ്മൾ കൊടുക്കേണ്ടത്? നമ്മുടെ രണ്ട് കൈകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈയുടെ ഹീൽ പാർട്ട്, അതായത് ഈ ഭാഗം ഹീൽ പാർട്ട് കുഴഞ്ഞു വീണ ആളെ നെഞ്ചിന്റെ നടുഭാഗത്ത് വെച്ച് വേണം കംപ്രഷൻസ് കൊടുക്കാൻ. എവിടെയാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്? സെൻറ്റർ ഓഫ് ദ നിപ്പിൾ ലൈൻ. രണ്ട് നിപ്പിളിലും ചേർന്നൊരു വര വരച്ചാൽ അതിൻ്റെ മധ്യഭാഗത്താണ് നമ്മൾ CPR കൊടുക്കേണ്ടത്. അഥവാ
നമ്മുടെ നെഞ്ചിന്റെ നടുഭാഗത്താണ് സ്റ്റേണം എന്ന ബോൺ ഉള്ളത്. അതിന്റെ ലോവർ ഹാഫിലാണ് നമ്മൾ CPR നൽകേണ്ടത്. CPR കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായി പറയുകയാണ്. ഒന്നാമത്തത്, നമ്മുടെ കൈയുടെ ഹീല് രോഗിയുടെ നെഞ്ചിന്റെ നടുഭാഗത്തായിരിക്കണം പ്രസ് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, എൽബോ ജോയിന്റ്, അതായത് കൈക്കുഴ, എൽബോ ജോയിന്റ് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും ഇത് മടങ്ങാൻ പാടില്ല CPR കൊടുക്കുമ്പോൾ. അടുത്ത കാര്യം, നമ്മുടെ മൂവ്മെന്റ് അഥവാ ഫോഴ്സ് വരുന്നത് കൊടുക്കുന്ന ആളുടെ ഹിപ്പ് ജോയിന്റിൽ നിന്നാണ്. ഇങ്ങനെ നമ്മൾ CPR കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വെയിറ്റ് തന്നെ രോഗിയുടെ നെഞ്ചത്തേക്ക് ഫുൾ അപ്ലൈ ചെയ്യുകയാണ്. അടുത്തായി ശ്രദ്ധിക്കേണ്ടത്, രോഗിയുടെ നെഞ്ചും നമ്മുടെ കൈകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ ഇത് 90 ഡിഗ്രി ആയിരിക്കണം. CPR കൊടുക്കുമ്പോൾ ഡെപ്ത് ഓഫ് കംപ്രഷൻ, അതായത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഡെപ്ത് 5 സെന്റിമീറ്റർ ആയിരിക്കണം, അഥവാ 2 ഇഞ്ചസ്. സ്പീഡ് ഓഫ് കംപ്രഷൻ 100 to 120 per minute ആയിരിക്കണം. CPR സൈക്കിൾ എന്ന് പറയുന്നത് 30 ചെസ്റ്റ് കംപ്രഷൻസും അതിനുശേഷമുള്ള 2 റെസ്ക്യൂ ബ്രത്തുമാണ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11.